പാഠപുസ്തകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. LGSന്റെ മോഡൽ എക്സാം 6ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മാർക്ക് ചെയ്യാത്ത PDF പാഠപുസ്തകം ടെലഗ്രാം ചാനൽ അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ ഈ 100 ചോദ്യങ്ങൾ, മാത്സ് ഉൾപ്പെടെയുള്ള 100 ചോദ്യങ്ങൾ ചെയ്ത് നോക്കുക. അതിനുശേഷം മാർക്ക് ചെയ്ത PDF പാഠപുസ്തകം ടെലഗ്രാം ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. 1ാമത്തെ ചോദ്യം: എന്റെ ശരീരത്തിലേൽക്കുന്ന ഓരോ അടിയും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ശവപ്പെട്ടിയിലെ ആണികളായി മാറും എന്ന് പറഞ്ഞത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ലാല ലജ്പത് റായ്. ഇന്ത്യയിലെ പുതിയ ഭരണ പരിഷ്കാരങ്ങളെക്കുറിച്ച് അന്വേഷിക്കുവാൻ നിയോഗിച്ച കമ്മീഷനായിരുന്നു സൈമൺ കമ്മീഷൻ. കമ്മീഷനുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ വിലയിരുത്തുക. ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. 1ഉം 2ഉം ശരിയാണ്. 2 പ്രസ്താവനകളും ശരിയാണ്. കമ്മീഷനിൽ ഒരു ഇന്ത്യക്കാരൻ പോലും ഇല്ലാതിരുന്നതിനാൽ സൈമൺ കമ്മീഷനെ ഇന്ത്യ ബഹിഷ്കരിച്ചു. യൂസഫ് മെഹ്റലി രൂപപ്പെടുത്തിയ സൈമൺ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യം കമ്മീഷനെതിരെ ഇന്ത്യയിൽ ഉയർന്നു. 2 പ്രസ്താവനകളും ശരിയാണ്. കാർഷിക പ്രദേശങ്ങളിലെ ഉയർന്ന നികുതി കാരണം നിലവിൽ വന്നതാണ് ഏക പ്രസ്ഥാനം. ഇതിന് പശ്ചാത്തലമായത്? ആൻസർ ഓപ്ഷൻ എ ആണ്, ഉത്തർപ്രദേശ്. പിൻ തീയതി വെച്ച ചെക്ക് എന്ന വിശേഷണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ്, 1 മാത്രം. അതായത് ഗാന്ധിജി ക്രിപ്സ് മിഷനെയാണ് പിൻ തീയതി വെച്ച ചെക്ക് എന്ന് വിശേഷിപ്പിച്ചത്. ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷന്റെ രൂപീകരണവുമായി ബന്ധപ്പെടാത്തത് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഉദ്ധം സിംഗ്. എന്നാൽ ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷനുമായി ബന്ധമുള്ളവരാണ് ചന്ദ്രശേഖർ ആസാദ്, രാജ്ഗുരു, സുഖ്ദേവ്. സ്വതന്ത്ര ഇന്ത്യയിലെ പ്രഥമ മന്ത്രിസഭയിലെ ആരോഗ്യവകുപ്പ് മന്ത്രി ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ സി ആണ്, രാജ്കുമാരി അമൃത് കൗർ. സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ സ്റ്റീൽ പ്ലാന്റായ ടിസ്കോയുടെ ആസ്ഥാനം എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, മുംബൈ. ടിസ്കോയുടെ ആസ്ഥാനമാണ് മുംബൈ. ദേശീയ വിദ്യാഭ്യാസ നയം 2020 മുന്നോട്ട് വച്ച പുതിയ സ്കൂൾ വിദ്യാഭ്യാസ മാതൃക താഴെ പറയുന്നതിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, 5+3+3+4. ഇന്ത്യയിലെ റോഡ് ഗതാഗതവുമായി ബന്ധപ്പെട്ട ശരിയല്ലാത്ത പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഇതൊന്നുമല്ല എന്നതാണ് വരുന്നത്. റോഡ് ശൃംഖലയിൽ 1ാമത് നിൽക്കുന്ന രാജ്യം അമേരിക്കയാണ്. 2ാം സ്ഥാനമാണ് നമുക്ക് ഇന്ത്യക്കുള്ളത്. എന്നാൽ ഏഷ്യയിൽ വെച്ചിട്ട് 1ാം സ്ഥാനം ഇന്ത്യക്കാണ്. അതുപോലെ തന്നെ ദേശീയപാതകളുടെ വികസനത്തിനും അറ്റകുറ്റപ്പണിക്കും വേണ്ടി മുന്നിൽ നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയ പാതയാണ് NH 66. അത് ബന്ധിപ്പിക്കുന്നത് കന്യാകുമാരിയെ മുംബൈയിലെ പനവേലുമായിട്ടാണ് ബന്ധിപ്പിക്കുന്നത്. എന്നാൽ കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയ പാതയാണ് NH 966B. അത് ബന്ധിപ്പിക്കുന്നത് കുണ്ടന്നൂരിനെ വെല്ലിംഗ്ടൺ ദ്വീപുമായിട്ടാണ് ബന്ധിപ്പിക്കുന്നത്. എന്നാൽ നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയപാത ഏതാണ്? NH 44 ആണ് ഏറ്റവും വലുത്. അത് ബന്ധിപ്പിക്കുന്ന സ്ഥലമാണ് ശ്രീനഗർ ടു കന്യാകുമാരി. എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ദേശീയ പാതയാണ് NH 548 എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഭാഗം ഓർത്തിരിക്കുക. കേരളത്തിൽ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് തുടർ വിദ്യാഭ്യാസത്തിന് അവസരമൊരുക്കുന്ന സംസ്ഥാന സർക്കാർ പദ്ധതിയുടെ പേര് എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, സമന്വയ പദ്ധതി. അപ്പൊ സമന്വയ പദ്ധതി ട്രാൻസ്ജെൻഡേഴ്സുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതിയാണെന്ന് ഓർക്കുക. മുൻപ് 3ാം ഭാഗത്തിലായിരുന്ന സ്വത്തവകാശത്തെക്കുറിച്ച് നിലവിൽ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് പ്രതിപാദിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഭാഗം 12. 300A ഇപ്പോൾ സ്വത്തവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. താഴെ പറയുന്നതിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. 1998 ഡിസംബർ 11 കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും മറ്റംഗങ്ങളെയും ശുപാർശ ചെയ്യുന്നതിനുള്ള കമ്മിറ്റിയിൽ നിയമസഭാ സ്പീക്കർ അംഗമായിരിക്കും. അതുപോലെ തന്നെ 3ാമത്തെ പ്രസ്താവന തെറ്റാണ് കൊടുത്തിട്ടുള്ളത്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ ഒരു ചെയർപേഴ്സണും 4 അംഗങ്ങളും ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. അത് തെറ്റാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ ചെയർമാൻ ഉൾപ്പെടെ ആകെ 3 അംഗങ്ങളാണുള്ളത്. ഒരു ചെയർമാനും അതുപോലെ തന്നെ 2 അംഗങ്ങളുമാണ് ഉള്ളത്. എന്നാൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലാണെങ്കിൽ ആകെ 6 അംഗങ്ങളാണുള്ളത്. ചെയർമാൻ ഉൾപ്പെടെ ഒരു ചെയർമാനും 5 അംഗങ്ങളും, അങ്ങനെ മൊത്തം 6 അംഗസംഖ്യയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലുള്ളത്. നമ്മുടെ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനാണ് നിലവിൽ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്.
എന്നാൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആക്ടിംഗ് ചെയർപേഴ്സൺ ആണ് വിജയഭാരതി സയാനി. ഇന്ത്യൻ പൗരന്റെ മൗലിക കടമകളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയല്ലാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ സി ആണ് ശരിയല്ലാത്തത്. ശരിയായിട്ടുള്ളത് നോക്കാം. പൊതുമുതൽ സംരക്ഷിക്കുക, പരിസ്ഥിതി സംരക്ഷിക്കുക, സാംസ്കാരിക പൈതൃകങ്ങൾ സംരക്ഷിക്കുക, ഇതെല്ലാം തന്നെ ഒരു പൗരന്റെ മൗലിക കടമകളുമായി ബന്ധപ്പെട്ടതാണ്. വോട്ട് രേഖപ്പെടുത്തിയ ശേഷം വോട്ട് ആ സ്ഥാനാർത്ഥിക്ക് തന്നെ ലഭിച്ചു എന്ന് വ്യക്തമാക്കുന്ന രസീത് ലഭിക്കുന്ന സംവിധാനമാണ് VVPAT. ഇന്ത്യയിൽ ആദ്യമായി പരീക്ഷിച്ച വർഷം ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് 2013. വോട്ടർ വെരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രെയിൽ എന്നാണ് VVPATയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത്. വോട്ടർ വെരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രയൽ. താഴെ പറയുന്നതിൽ ഏത് അനുച്ഛേദത്തിലാണ് സാമ്പത്തിക അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ് ആർട്ടിക്കിൾ 360 ആണ്. തീരപ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ വിലയിരുത്തുക. ആൻസർ ഓപ്ഷൻ ബി ആണ് 1ഉം 2ഉം ശരിയാണ്. ഇന്ത്യയുടെ തീരദേശം ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മുതൽ ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ പ്രദേശം വരെ വ്യാപിച്ചിരിക്കുന്നു. ഇന്ത്യൻ തീരദേശത്തെ കിഴക്കൻ തീരമെന്നും പടിഞ്ഞാറൻ തീരമെന്നും രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. രണ്ട് പ്രസ്താവനകളും ശരിയാണ്. താഴെ പറയുന്ന സംസ്ഥാനങ്ങളിൽ പശ്ചിമഘട്ടം കടന്നുപോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ആന്ധ്രാപ്രദേശ്. ഗുജറാത്ത്, ഗോവ, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളെല്ലാം പശ്ചിമഘട്ടം കടന്നു പോകുന്നതാണ്. ഇന്ത്യയുടെ അതിർത്തി ശരിയായി ക്രമപ്പെടുത്തുക. ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തി എന്ന് പറയുന്നത് ബംഗാൾ ഉൾക്കടലാണ്. പടിഞ്ഞാറൻ അതിർത്തി അറബിക്കടലാണ്. തെക്ക് ഭാഗത്ത് വരുന്നത് ഇന്ത്യൻ മഹാസമതലമാണ്. വടക്ക് ഹിമാലയ പർവ്വതമാണ്. അപ്പൊ ആ ഒരു ഓർഡറിലാണ് വരുന്നത്. കിഴക്ക് ബംഗാൾ ഉൾക്കടൽ, പടിഞ്ഞാറ് അറബിക്കടൽ, തെക്ക് ഇന്ത്യൻ മഹാസമുദ്രം, വടക്ക് ഹിമാലയ പർവ്വതം. കർണാടകയുടെയും തമിഴ്നാടിന്റെയും ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് കാവേരി. ഇന്ത്യയുടെ മധ്യഭാഗത്തു കൂടി കടന്നു പോകുന്ന രേഖാംശ രേഖ ഏത്? ആൻസർ ഓപ്ഷൻ ഡി ആണ് 82.5 ഡിഗ്രി കിഴക്ക്. കേരളത്തിലെ പീഠഭൂമികളിൽ ഉൾപ്പെടുന്നവ തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ ഡി ആണ് ഇവയെല്ലാം. നെല്ലിയാമ്പതി പീഠഭൂമി, മൂന്നാർ പീരുമേട് പീഠഭൂമി, വയനാട് പീഠഭൂമി, പെരിയാർ പീഠഭൂമി, ഇതെല്ലാം കേരളത്തിലെ പീഠഭൂമികളിൽ ഉൾപ്പെടുന്നവയാണ്. ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ലയായ കാസർഗോഡ് ജില്ലയിലൂടെ ഒഴുകുന്ന നദികൾ എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് 12. നദീതട എക്കൽ മണ്ണ് കാണപ്പെടുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് കൊല്ലം. കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി ആണ് 2ഉം 3ഉമാണ് തെറ്റായിട്ടുള്ളത്. ശരിയായിട്ടുള്ളത് നോക്കാം. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആദ്യ ജലവൈദ്യുത പദ്ധതിയാണ് മണിയാർ എന്ന ഈ ഒരു പ്രസ്താവനയാണ് ശരിയായിട്ടുള്ളത്. എന്നാൽ സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ അത് കുത്തുങ്കലാണ്. അപ്പൊ ഈ രണ്ടും മാറിപ്പോവരുത്. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആദ്യ ജലവൈദ്യുത പദ്ധതി മണിയാർ ആണ്. എന്നാൽ സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് കുത്തുങ്കൽ. തെറ്റായിട്ടുള്ള പ്രസ്താവന കോഴിക്കോട് ജില്ലയിലെ ഉറുമി ജലവൈദ്യുത പദ്ധതിക്ക് സഹായം നൽകുന്ന രാജ്യം കാനഡ എന്നാണ്. അത് തെറ്റാണ്. കോഴിക്കോട് ജില്ലയിലെ ഉറുമി ജലവൈദ്യുത പദ്ധതിക്ക് സഹായം നൽകുന്ന രാജ്യം ചൈനയാണ്. അതുപോലെ തന്നെ മൂന്നാമത്തെ പ്രസ്താവനയും തെറ്റാണ്. മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ശബരിഗിരി എന്നാണ് കൊടുത്തിട്ടുള്ളത്. അത് തെറ്റാണ്. മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് കുറ്റ്യാടിയാണ്. പത്മശ്രീ പുരസ്കാരം നേടിയ ആദ്യ മലയാള കായിക താരം ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് MD വത്സമ്മ. സലിം അലി പക്ഷ സംഗീതം എന്നറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സംഗീതം ഏത്? ആൻസർ ഓപ്ഷൻ എ ആണ് തട്ടേക്കാട്. 1994 കേരള പഞ്ചായത്ത് രാജ് നിയമപ്രകാരം കുറഞ്ഞത് എത്ര മാസത്തിലൊരിക്കൽ ഗ്രാമസഭാ യോഗം ചേരണം? ആൻസർ ഓപ്ഷൻ ഡി ആണ് 3 മാസം. കേരളത്തിലെ ആദ്യ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം? ആൻസർ ഓപ്ഷൻ സി ആണ് കുമ്പളങ്ങി. താഴെ പറയുന്ന പ്രസ്താവനകളിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട് ശരിയായത് തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ ഡി ആണ് എല്ലാം ശരിയാണ്. മുല്ലപ്പെരിയാർ തർക്കം നിലനിൽക്കുന്ന സംസ്ഥാനങ്ങളാണ് കേരളവും തമിഴ്നാടും. 1895 ഡാമിന്റെ പണി പൂർത്തിയാക്കി.
പെരിയാർ ലീസ് എഗ്രിമെന്റ് 1970 കേരള മുഖ്യമന്ത്രി സി അച്യുതമേനോൻ പുതുക്കി നൽകി. 3 പ്രസ്താവനകളും ശരിയാണ്. ചാലക്കുടി പുഴയുടെ ഉത്ഭവസ്ഥാനം. ആൻസർ ഓപ്ഷൻ എ ആണ് ആനമല. താഴെ പറയുന്ന പ്രസ്താവനകളിൽ കുളച്ചൽ യുദ്ധവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ ബി ആണ്. 1 മാത്രമാണ് ശരിയല്ലാത്തത്. ശരിയായിട്ടുള്ളത് നോക്കാം. 1741 ഓഗസ്റ്റ് 10 കുളച്ചൽ യുദ്ധം നടന്നത്. മാർത്താണ്ഡവർമ്മയ്ക്ക് മുൻപിൽ കീഴടങ്ങിയ ഡച്ച് സൈന്യാധിപനാണ് ഡിലനോയി. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. നടന്ന വർഷം 1941 ഓഗസ്റ്റ് 10 മാർത്താണ്ഡവർമ്മയ്ക്ക് മുന്നിൽ കീഴടങ്ങിയ ഡച്ച് സൈന്യാധിപനാണ് ഡിലനോയ്. 1920 മഞ്ചേരിയിൽ നടന്ന 5ാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ സി ആണ്. കസ്തൂരി രംഗ അയ്യങ്കാർ. താഴെ പറയുന്നത് തെറ്റായ ജോഡികൾ ഏതെല്ലാം? ഇതില് ശരിയായിട്ടുള്ളത് പന്തിഭോജനം സഹോദരനയ്യപ്പൻ, അത് ശരിയാണ്. കുമാരനാശാൻ ദുരവസ്ഥ ശരിയാണ്. വൈകുണ്ഠ സ്വാമികൾ സമത്വ സമാജം, അതും ശരിയാണ്. 1ാമത്തെ ആണ് തെറ്റായിട്ടുള്ളത്. അപ്പോൾ അത് ഓപ്ഷൻ ഇല്ല, അത് ഓർത്താ മതി. 2, 3, 4 പ്രസ്താവന ശരിയാണ്. സമപന്തിഭോജനം ആരാണ് നടപ്പിലാക്കിയെന്ന് ചോദിച്ചാൽ അത് വൈകുണ്ഠ സ്വാമികളാണ്. അപ്പോൾ പന്തിഭോജനം സഹോദരൻ അയ്യപ്പനാണ്. കുമാരനാശാൻ ദുരവസ്ഥ, വൈകുണ്ഠ സ്വാമികൾ സമത്വ സമാജം, സമപന്തിഭോജനം വൈകുണ്ഠ സ്വാമികൾ. കോഴിക്കോട്ടെ ഭരണാധികാരിയായ സാമൂതിരിയോട് ആരെ പുറത്താക്കണമെന്നാണ് പോർച്ചുഗീസുകാർ ആവശ്യപ്പെട്ടത്? ആൻസർ ഓപ്ഷൻ സി ആണ്. അറബി കച്ചവടക്കാർ. ഞാനാണ് നേതാവ്, മറ്റുള്ളവരെ കൊല്ലുന്നതിന് മുൻപ് നിങ്ങൾ എന്നെ ആദ്യം വെടിവെക്കുക, ഇത് ആരുടെ വാക്കുകളാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. അക്കാമ ചെറിയാൻ. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് ഉന്നതാധികാര സമിതി നേതൃത്വം വഹിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ്. രാംനാഥ് കോവിന്ദ്. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് ഉന്നതാധികാര സമിതി നേതൃത്വം വഹിക്കുന്നത് രാംനാഥ് കോവിന്ദ്. ആമസോൺ ഇന്ത്യയിൽ ആദ്യമായി ഫ്ലോട്ടിംഗ് സ്റ്റോർ ആരംഭിച്ചത് എവിടെ? ആൻസർ ഓപ്ഷൻ സി ആണ്. ശ്രീനഗർ. ഇന്ത്യയും മലേഷ്യയും തമ്മിലുള്ള ഹരിമൗ ശക്തി സൈനിക അഭ്യാസത്തിനുള്ള 4ാം പതിപ്പിന് വേദിയായത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. മേഘാലയ. രാജ്യത്തെ ആദ്യ അർദ്ധ അതിവേഗ തീവണ്ടിക്ക് നൽകിയിരിക്കുന്ന പേര്? ആൻസർ ഓപ്ഷൻ എ ആണ്. നമോ ഭാരത്. 37ാമത് ദേശീയ ഗെയിംസിന്റെ വേദി? ആൻസർ ഓപ്ഷൻ സി ആണ്. ഗോവ. പാഠപുസ്തകങ്ങളിൽ നിന്ന് ഇന്ത്യ ഒഴിവാക്കി ഭാരതം എന്നാക്കണമെന്ന് ശുപാർശ ചെയ്ത NCERT സോഷ്യൽ സയൻസ് സമിതിയുടെ അധ്യക്ഷൻ? ആൻസർ ഓപ്ഷൻ എ ആണ്. CI ഐസക്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായ ഇന്ത്യൻ ക്രിക്കറ്റ് താരം? ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. MS ധോണി. 2024 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ കേരളത്തിനായി ഷോട്ട് പുട്ടിൽ സ്വർണം നേടിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. അനുപ്രിയ. ദീപാവലിയോടനുബന്ധിച്ച് 22.23 ലക്ഷം മൺവിളക്കുകൾ കത്തിച്ച് ലോക റെക്കോർഡ് സൃഷ്ടിച്ച നഗരം? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. അയോധ്യ. ഇന്ത്യയിലെ ആദ്യ വയോജന സൗഹൃദ നഗരമാകുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ്. കൊച്ചി. എത്രാം തവണയാണ് നിതീഷ് കുമാർ ബീഹാർ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ്. 9ാം തവണയാണ് നിതീഷ് കുമാർ ബീഹാർ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. റെയിൽ പാളങ്ങൾ കാട്ടാനകളുടെ സാന്നിധ്യം തിരിച്ചറിയാൻ റെയിൽവേ തദ്ദേശീയമായി വികസിപ്പിച്ച സാങ്കേതിക വിദ്യ? ആൻസർ ഓപ്ഷൻ ബി ആണ്. ഗജ് രാജ സുരക്ഷ. സൈബർ തട്ടിപ്പുകളെ പ്രതിരോധിക്കാൻ പോലീസിനൊപ്പം സൈബർ അവയർനെസ് പ്രൊമോട്ടർ എന്ന പേരിൽ വോളണ്ടിയർമാരെ നിയമിക്കുന്ന സംസ്ഥാനം? ആൻസർ ഓപ്ഷൻ എ ആണ്. കേരളം. കണ്ണൂർ സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലറായി നിയമിതനായത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. ഡോക്ടർ S ബിജോയ് നന്ദൻ. മധ്യപ്രദേശിലെ പുതിയ മുഖ്യമന്ത്രി? ആൻസർ ഓപ്ഷൻ ഡി ആണ്. മോഹൻ യാദവ്. 2023 അർജുന അവാർഡ് ലഭിച്ച ക്രിക്കറ്റ് താരം ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. മുഹമ്മദ് ഷമി. അന്താരാഷ്ട്ര ലിംഗസമത്വ സമ്മാനം ഏത് രാജ്യമാണ് നൽകുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ഫിൻലാൻഡ്. 2024 32ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വേദിയാകുന്ന ജില്ല? ആൻസർ ഓപ്ഷൻ സി ആണ്. കൊല്ലം. ബ്രിക്സ് ഉച്ചകോടി 2024 വേദി? ആൻസർ ഓപ്ഷൻ എ ആണ്. റഷ്യ.
സംസ്ഥാന സർക്കാർ നൽകുന്ന 2022 രാജാരവി വർമ്മ പുരസ്കാരം നേടിയത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, സുരേന്ദ്രൻ നായർ. ഇന്ത്യൻ നാവികനായ അഭിലാഷ് ടോമി സമുദ്രമാർഗം ലോകം ചുറ്റി സഞ്ചരിച്ച് മുംബൈയിൽ തിരിച്ചെത്തിയത് എന്നാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, 2013 മാർച്ച് 31. ഒന്നാമത്തെ ജോഡിയിലെ ബന്ധം കണ്ടെത്തി രണ്ടാമത്തെ ജോഡിയിലെ വിട്ട ഭാഗം പൂരിപ്പിക്കുക. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്നാൽ തൂതപ്പുഴ. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ഗുരുസാഗരം. ഇത് കൃതികളും അതിന് പശ്ചാത്തലമാകുന്ന നദികളുമാണ് ഈ ഒരു ബന്ധത്തിൽ വരുന്നത്. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്നതിൽ പശ്ചാത്തലമാകുന്ന നദിയാണ് മയ്യഴിപ്പുഴ. എന്നാൽ ഗുരുസാഗരം എന്നതിലെ അനുബന്ധമായിട്ടുള്ള പുഴയാണ് തൂതപ്പുഴ. ഉത്തര കേരളത്തിൽ നിലനിൽക്കുന്ന ഒരു ദ്രാവിഡ ഗ്രാമീണ അനുഷ്ഠാന കല ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, തെയ്യം. ലോകത്തിലെ ഏറ്റവും ജനപ്രീതി ആർജിച്ച കായിക രൂപം ഏത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഫുട്ബോൾ. തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിച്ച് വിലയിരുത്തുക. ആൻസർ ഓപ്ഷൻ സി ആണ്, 1ഉം 2ഉം ശരിയാണ്. ശക്തൻ തമ്പുരാനാണ് തൃശൂർ പൂരം ആരംഭിച്ച ഭരണാധികാരി. മലയാള മാസമായ മേടത്തിലാണ് തൃശൂർ പൂരം നടക്കുന്നത്. ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായി കോശത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും ഹാനികരമായ ഉപോൽപ്പന്നമായ അമോണിയ കരളിൽ എത്തുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ്, രക്തത്തിലൂടെയാണ് അമോണിയ കരളിൽ എത്തുന്നത്. ജീവകങ്ങളും രാസനാമങ്ങളും നൽകിയിരിക്കുന്ന ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ ഡി ആണ്, എല്ലാം ശരിയാണ്. ജീവകം B2 റൈബോഫ്ലാവിൻ, ജീവകം ഡി കാൽസിഫെറോൾ, ജീവകം കെ ഫില്ലോക്വിനോൺ, ജീവകം B7 ബയോട്ടിൻ. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. മാടകത്തറ അത്യുൽപാദന ശേഷിയുള്ള ഏത് വിത്തിനത്തിന് ഉദാഹരണമാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, കശുവണ്ടി. ഇന്ത്യയിലെ ഒരേ ഒരു ഒഴുകുന്ന ദേശീയോദ്യാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, കേബിൾ ലംജാവോ ദേശീയോദ്യാനം. ജലാശയങ്ങൾ മാലിന്യമുക്തമാക്കി സംരക്ഷിക്കുന്നതിന് കേരള സർക്കാർ ആവിഷ്കരിച്ച തെളിനീരൊഴുകും നവകേരളം ക്യാമ്പയിൻ ആരംഭിച്ചത് ഏത് വകുപ്പിന്റെ കീഴിലാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, 2 തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിലാണ് തെളിനീരൊഴുകും നവകേരളം ക്യാമ്പയിൻ ആരംഭിച്ചത്. രക്തദാനവുമായി ബന്ധപ്പെട്ട് ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ സി ആണ്, 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. 18നും 60നും ഇടയിൽ പ്രായമുള്ളവർക്ക് രക്തം ദാനം ചെയ്യാം. ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ എന്നിവർ രക്തം ദാനം ചെയ്യരുത്. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. മാസത്തിലൊരിക്കൽ രക്തം ദാനം ചെയ്യാമെന്ന് കൊടുത്തിട്ടുണ്ട്, അത് തെറ്റാണ്. 3 മാസത്തിലൊരിക്കലാണ് രക്തം ദാനം ചെയ്യുന്നത്. കോളേജ് വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനും ആത്മഹത്യാ പ്രവണത കുറയ്ക്കാനും വേണ്ടി കേരളത്തിൽ ആരംഭിച്ച പദ്ധതി? ആൻസർ ഓപ്ഷൻ സി ആണ്, ജീവനി. പ്രഭാത ഭക്ഷണത്തിന് മുൻപുള്ള രക്തപരിശോധനയിൽ രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ തോത് എത്രയായാലാണ് പ്രമേഹമെന്ന് അനുമാനിക്കാൻ കഴിയുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ്, 126 mg/100 ml. താഴെ പറയുന്നതിൽ MMR വാക്സിൻ നൽകുന്ന രോഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണെന്ന് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി ആണ്, റാബീസ്. എന്നാൽ മീസിൽസ്, മംസ്, റുബല്ല ഇതെല്ലാം MMR വാക്സിൻ നൽകുന്ന രോഗങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. സിഫിലിസിന് കാരണമാകുന്ന ബാക്ടീരിയ താഴെ പറയുന്നതിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ട്രിപ്പോണിമ പലീഡിയം. ചുവടെ കൊടുത്തിരിക്കുന്നതിൽ നിന്നും വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ ബി ആണ്, 1ഉം 3ഉമാണ്. ക്ഷയം, ചിക്കൻ ബോക്സ് ഇത് രണ്ടുമാണ് വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ. അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് HIV അണുക്കൾ കടക്കുന്നത് പൂർണ്ണമായും തടഞ്ഞ ആദ്യ രാജ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ക്യൂബ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ ഡി ആണ്, എല്ലാം ശരിയാണ്. മസാജിങ്ങും വ്യായാമയും വഴി രോഗത്തിന് ചികിത്സ നടത്തുന്ന രീതിയാണ് ഫിസിയോതെറാപ്പി. പാമ്പ് വിഷത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഔഷധമാണ് ആന്റിവെനം. വിരകൾക്കെതിരെ പ്രവർത്തിക്കുന്ന ഔഷധങ്ങൾ ആന്റി ഹെൽമിന്തസ് എന്നറിയപ്പെടുന്നു. രക്തം കട്ടപിടിക്കാത്ത അവസ്ഥയോ നിലനിൽക്കാത്ത രക്തസ്രാവമോ സംഭവിക്കുമ്പോൾ അതിനുള്ള കാരണം പരിശോധിക്കുന്ന ടെസ്റ്റ്? ആൻസർ ഓപ്ഷൻ എ ആണ്, APTT. കേരള സർക്കാരിന്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, സുകൃതം. മാസവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക.
ആൻസർ ഓപ്ഷൻ ഡി ആണ്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ ആകെ അളവ്. പ്രപഞ്ചത്തിൽ എല്ലായിടത്തും ഇത് സ്ഥിരമായിരിക്കും. ഇതിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്. 3 പ്രസ്താവനകളും ശരിയാണ്. ദീർഘദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് താഴെ പറയുന്നതിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, കോൺവെക്സ് ലെൻസ്. എന്നാൽ ഹ്രസ്വദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസാണ് കോൺകേവ്. താഴെ പറയുന്ന ലോഹധാതുക്കളിൽ ഇരുമ്പിന്റെ അംശമില്ലാത്ത ധാതുക്കളിൽ ഉൾപ്പെടാത്തത് ഏതാണെന്ന് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി ആണ്, മാംഗനീസ്. ചുണ്ണാമ്പ് വെള്ളത്തിന്റെ രാസനാമം. ആൻസർ ഓപ്ഷൻ ബി ആണ്, കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ് ചുണ്ണാമ്പ് വെള്ളത്തിന്റെ രാസനാമം. Al13 സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. 1s2, 2s2, 2p6, 3s2, 3p1. 80 GK ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഇതിന്റെ PDF, അതായത് മാർക്ക് ചെയ്യാത്ത PDF പാഠപുസ്തകം ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നു. അതൊന്ന് ഓരോരുത്തരും അത് ചെയ്ത് നോക്കുക. അതിനുശേഷം ആൻസർ കീ അപ്ലോഡ് ചെയ്യുന്നതാണ്. താങ്ക്